വസല്ലമിന്റെ റിപ്പോർട്ടുകളിൽ അതാ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ടിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഇന്നലിൽ ഖബരി ലഗ്തതൻ ലൗ കാന അഹദുൻ നാജിയം മിൻഹാ നജാ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ഇന്നലിൽ ഖബരി ലഗ്ത തീർച്ചയായും ഖബറിനൊരു മർദ്ദമുണ്ട്, ഒരു സമ്മർദ്ദമുണ്ട്, ഒരു പിടിച്ചു ഞെരിക്കലുണ്ട്. ലൗ കാന അഹദുൻ നാജിയം മിൻഹാ ആരെങ്കിലും അത്തരത്തിലുള്ള ഒരു പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നുവെങ്കിൽ നജാ സഅദ് ഇബ്നു മുആദ് സഅദ് റളിയല്ലാഹു അൻഹു രക്ഷപ്പെടുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തെയും ഖബർ കൂട്ടി പിടിച്ചിട്ടുണ്ട്. പിന്നെയും റിപ്പോർട്ടിൽ കാണാം ലൗ നജാ അഹദുൻ മിൻ ളമ്മത്തിൽ ഖബരി ലനജാ സഅദ് ഇബ്നു മുആദ് വലഖദ് ളമ്മ ളമ്മതൻ സുമ്മ റൂഖിയ അൻഹു. നേരത്തെ പറഞ്ഞ അതേ ആശയം തന്നെയാണ് അതിനുമുള്ളത്. ഒരു പിടുത്തമങ്ങ് പിടിച്ചിട്ടുണ്ട്, പിന്നെ വിട്ടതാണ്. ഇതെല്ലാ ആളുകളുടെയും അളവിൽ കഴിഞ്ഞു പോകാനുള്ളതാണ്. എത്രത്തോളം കൊച്ചു കുട്ടികളാണെങ്കിൽ പോലും ഖബറിൽ ഒരു ജനാസ വെക്കപ്പെട്ടുവോ അതാ ബർസഖിയായ ലോകത്തേക്ക് നീങ്ങുന്ന ഒന്നാമത്തെ ദിവസം അതാ ആദ്യഘട്ടത്തിൽ തന്നെ ഇതിൽ നിന്ന് ഒരാളും ഒഴിവല്ല, ഒരാൾക്കും ഇതിൽ നിന്ന് രക്ഷയില്ല. എത്രത്തോളം അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുഞ്ഞിന്റെ ഖബറടക്കം നടന്ന നേരത്ത് അവിടുന്ന് പറയുകയാണ് ലൗ അഫലത അഹദും മിൻ ളമ്മത്തിൽ ഖബരി ലനജാ ഹാദസ് സബീ. ആരെങ്കിലും ഖബറിന്റെ കൂട്ടിപ്പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നുവെങ്കിൽ, ഒഴിവാകുകയായിരുന്നുവെങ്കിൽ ഈ കുട്ടി രക്ഷപ്പെടേണ്ടത് തന്നെ, ഈ കുട്ടി രക്ഷപ്പെടുമായിരുന്നു. രക്ഷപ്പെട്ടിട്ടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു സംഭവം നടക്കാനിരിക്കുന്നു, അങ്ങനെ ഒരു സംഭവം നടക്കാനിരിക്കുന്നു. അത് ഖബറിൽ ഭീതിജനകമായ ഒരു അവസ്ഥയാണ്. അത് മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് ആ ഹിക്മത്ത്, അത് അല്ലാഹുവിനാണ് അറിയുക. അതുപോലെ തന്നെ ഒരു ഫാസിക്കിനും കാഫിറിനും അതുകൊണ്ടുണ്ടാവുന്ന ഞെരുക്കം അത് വർണ്ണിക്കാനാവാത്തതാണ്. ഹദീസുകളിൽ ഒട്ടേറെ അതിന്റെ ഭീകരമായ അവസ്ഥകളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏനി പ്രിയപ്പെട്ടവരെ, ഏറ്റവും കൂടുതൽ നമ്മൾ ഭയപ്പെടേണ്ടുന്ന, നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ വേദനയും ബേജാറും പടർത്തുന്ന രംഗം ഖബറിലെ പരീക്ഷയാണ്, ഖബറിലെ പരീക്ഷണങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അതാ ഖബറിൽ വെക്കപ്പെട്ട് കഴിഞ്ഞാൽ അതാ പരീക്ഷ നടത്താനായി, ചോദ്യങ്ങൾ ചോദിക്കാനായി റബ്ബുൽ ആലമീൻ അതാ രണ്ട് മലക്കുകളെ പറഞ്ഞേക്കുകയാണ്. ഇദാ ഖുബിറൽ മയ്യിതു അഹദുകും, നിങ്ങളിൽ ഒരാളുടെ ഖബർ, നിങ്ങളിൽ ഒരാളുടെ മയ്യത്ത് ഖബറിൽ വെക്കപ്പെട്ട് കഴിഞ്ഞാൽ അതാഹു മലക്കാനി അസ്വദാനി അസ്റഖാൻ, അതാ രണ്ട് മലക്കുകൾ വരികയാണ്. ആ മലക്കുകളുടെ പേര് ഒരാൾക്ക് മുൻകർ എന്നാണ്, മറ്റൊന്ന് നക്കീർ എന്നാണ്. അവരുടെ രൂപം വളരെ ഭീകരമാണ്, കണ്ണുകൾ വളരെ ഭീകരമാണ്, ശരീരത്തിന്റെ ആകാരം വളരെ ഭീകരമാണ്, അവർ വരുന്ന സൗണ്ട് തന്നെയും ഭീകരമാണ്. അട്ടഹാസങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുള്ള, ഒരിക്കലും മനുഷ്യന് താങ്ങാനാവാത്ത നിലക്കുള്ള ഭീതിജനകമായ അട്ടഹാസങ്ങൾ മുഖേന ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തിലാണ് മലക്കുകളുടെ വരവെന്ന് ബറാഅ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ഫയഅതീഹി മലകാൻ, ഖബറിൽ വെക്കപ്പെട്ട് കഴിഞ്ഞ, അതല്ലെങ്കിൽ ബർസഖിയായ ലോകത്തേക്ക് പ്രവേശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞ മനുഷ്യന്റെ അടുക്കലതാ രണ്ട് മലക്കുകൾ വരികയാണ്. ശദീദാൽ ഇൻതിഹാർ. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഇൻതിഹാർ എന്ന് പറഞ്ഞാൽ അട്ടഹാസം മുഴക്കിക്കൊണ്ട് ഭീഷണിപ്പെടുത്തുന്നതിനാണ് ഇൻതിഹാർ എന്നൊക്കെ പറയുന്നത്. ആ നിലക്ക് അവരുടെ വരവ് തന്നെയും, അവരുടെ രൂപം കണ്ടാൽ തന്നെ പേടിച്ച് വിറക്കുന്ന, കണ്ണുകൾ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്, ശരീരത്തിന്റെ ആകാരം മുഴുവൻ കറുത്തിരുണ്ടതാണ്, വളരെ ഭീകരമായ രൂപത്തിലുള്ള രംഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അങ്ങനെ ഇതായി ഖബറില്ലതാ കിടക്കുന്ന, ബർസഖിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള മനുഷ്യൻ, അവനാണാവട്ടെ പെണ്ണാവട്ടെ, മുഅ്മിനാവട്ടെ, അതുപോലെ തന്നെ കാഫിറാകട്ടെ ഫാസിഖാവട്ടെ, ഏത് തെമ്മാടിയായാലും സാലിഹ
സാലിഹായ മനുഷ്യനാണെങ്കിലും പുരുഷനായാലും സ്ത്രീയായാലും ആരായിരുന്നാലും അവന്റെ അടുക്കൽ ഇതാ മലക്കുകൾ ഘോര ശബ്ദം മുഴക്കിയിട്ട് ഫയന്തഹിറാനിഹി അവരുടെ അട്ടഹാസം മുഖേന അതാ ഭീഷണിപ്പെടുത്തുകയാണ്. വയുജിലിസാനിഹി അവനെ എഴുന്നേൽപ്പിച്ചിരുത്തുന്നു. എന്താണ് ഖബറിലെ എഴുന്നേൽപ്പിച്ചിരുത്തൽ? എന്താണ് ഖബറിലെ ഞെരിക്കൽ? എന്താണ് ഖബറിലെ അസ്ഥികൾ പൊട്ടുമാറ് ഖബർ ഞെരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊന്നും നമുക്ക് വ്യാഖ്യാനിക്കാനാവില്ല. ബർസഖിയായ ലോകമാണ്. ആ ലോകത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ? അതെന്റെയും നിങ്ങളുടെയും ബുദ്ധിക്ക് യോജിച്ചാലും ഇല്ലെങ്കിലും എന്റെയും നിങ്ങളുടെയും ബുദ്ധിക്ക് ഉൾക്കൊള്ളാനാകുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിലും ഇനി ആവുന്നില്ലെന്ന് തോന്നുന്നുണ്ടെങ്കിലും അംഗീകരിച്ചേ പറ്റൂ. കാരണം മുസ്ലിമിന്റെ ബുദ്ധി, മനുഷ്യന്റെ ബുദ്ധി, അവൻ ഈ ലോകത്തെല്ലാം കണ്ടവനാണോ? ഞാൻ കണ്ടതേ ഞാൻ അംഗീകരിക്കുന്നു എന്ന് വീരവാദം പറയുന്നവരില്ലേ? ഞാൻ കേട്ട ശബ്ദങ്ങളല്ലാത്ത ശബ്ദമൊന്നും ഞാൻ അംഗീകരിക്കൂല എന്ന് പറയുന്ന വിഡ്ഢികളില്ലേ? ഞാൻ കണ്ടതല്ലാത്തതൊന്നും ഈ ഭൂമിയിലില്ല, എനിക്ക് കാണാനാവാത്തത് എന്റെ മുമ്പിലുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കുന്നില്ല, അംഗീകരിക്കില്ലെന്ന് പറയുന്ന വിഡ്ഢികളില്ലേ? വാസ്തവത്തിൽ അതാ മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തന്നെ രണ്ട് കണ്ണുകൾ നല്ല പവറോടുകൂടി ഉണ്ടായിട്ടും അവന്റെ കൺമുമ്പിലൂടെ അവൻ കാണാത്ത ജീവജാലങ്ങൾ സഞ്ചരിക്കുന്നില്ലേ? കാണാത്ത പലതും ഈ ഭൂമിയിൽ നടക്കുന്നില്ലേ? അവന്റെ കാതുകൾക്ക് താങ്ങാനാവാത്ത പല ശബ്ദങ്ങളും ലോകത്ത് മുഴങ്ങുന്നില്ലേ? അതിന്റെ അർത്ഥം എന്താണ്? ഒന്നുമില്ലെന്നാണോ? ഒന്നുമില്ല എന്ന് നിഷേധിക്കണമെന്നാണോ? ഒരിക്കലുമല്ലല്ലോ. അത് അല്ലാഹുവാണ് തീരുമാനിക്കുന്നത്. അല്ല തീരുമാനിച്ചത് മനുഷ്യന്റെ ബുദ്ധിക്ക് പരിധിയുണ്ട് എന്നാ. കാഴ്ചക്ക് പരിധിയുണ്ട്, കേൾവിക്ക് പരിധിയുണ്ട്. കാഴ്ചക്ക് പരിധിയുള്ളതുപോലെ കേൾവിക്ക് പരിധിയുള്ളതുപോലെ പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും ബുദ്ധിശക്തിക്കും പരിധിയുണ്ട്. നമുക്ക് ഉൾക്കൊള്ളാനാവുന്നതും ഇല്ലാത്തതുമുണ്ട്. പക്ഷേ എല്ലാം അറിയുന്നവനായ റബ്ബിന്റെ നിയമങ്ങളിൽ നമ്മുടെ ബുദ്ധിക്ക് ചിലത് ഉൾക്കൊള്ളാനായില്ലെങ്കിലും ബുദ്ധിക്ക് യോജിക്കാത്ത ഒരു നിയമവും ഇസ്ലാമിലില്ല. എല്ലാം ബുദ്ധിക്ക് യോജിക്കുന്ന നിലക്ക് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം പറയുന്നു നമ്മൾ ഉൾക്കൊണ്ടേ പറ്റൂ. മറ്റൊരു ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഈ ലോകത്ത് തന്നെ നടക്കുന്നത് മുഴുവൻ നമുക്ക് മനസ്സിലായിട്ടില്ലല്ലോ എങ്കിൽ പിന്നെ ബർസഖിയായ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ മുഴുവനും എന്റെ ചിന്തക്ക് തന്നെ 100% യോജിച്ചാലേ അംഗീകരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് പിഴച്ച കക്ഷികൾ ഖബറിലെ ഈ അനുഭവങ്ങളെയൊക്കെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അല്ലാഹു അത്തരത്തിലുള്ള കക്ഷികളുടെ ശർറിൽ നിന്ന് ഈ സമുദായത്തെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അങ്ങനെ അവനെ എഴുന്നേൽപ്പിച്ചിരുത്തിയിട്ട് അവനോട് ചോദ്യമായി. ഫയഖൂലാനി ലഹു, അവനോട് ചോദിക്കുന്നു അവർ രണ്ടാളും, മൻ റബ്ബുക, നിന്റെ റബ്ബാരടോ? നിന്റെ റബ്ബാരെന്ന ചോദ്യമുണ്ട്. മാ ദീനുക, നിന്റെ ദീനേത്? മൻ നബിയുക, നിന്റെ നബിയാര്? വഹിയ ആഖിറു ഫിത്നത്തിൻ തുഅറദു വലൽ മുഅ്മിൻ, അതാ മുഅ്മിൻ പരീക്ഷിക്കപ്പെടുന്ന അവസാനത്തെ പരീക്ഷണമാണത്. അതാ ഫദാലിക ഹീന യഖൂലുല്ലാഹു അസ്സ വജല്ല, അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലേ, യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തിദ് ദുനിയാ. അതാ റബ്ബ് സുബ്ഹാനഹു വ തആല വിശ്വാസികളെ ദുനിയാവിലും ആഖിറത്തിലുമൊക്കെ ഉറപ്പിച്ചു നിർത്തുന്നതാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ഉറപ്പിച്ചു നിർത്തേണ്ടുന്ന ഏറ്റവും ആവശ്യമായ ഒരു പരീക്ഷണത്തിന്റെ ഘട്ടമാണ് മനുഷ്യന് വല്ലാത്ത ഉറപ്പ് കിട്ടേണ്ടുന്ന, ധൈര്യം കിട്ടേണ്ടുന്ന, സ്ഥൈര്യം കിട്ടേണ്ടുന്ന നേരമാണത്. അതുകൊണ്ടല്ലേ ഖബറടക്കം നടന്ന സ്ഥലത്ത് വെച്ച് അതാ ഇസ്തഗ്ഫിറൂ ലി അഖീകും, നിങ്ങളുടെ സഹോദരന് വേണ്ടി നിങ്ങൾ പൊറുക്കലിനെ ചോദിക്കണേ. വസലൂ ലഹു തസ്ബീത്, നിങ്ങൾ അദ്ദേഹത്തിന് സ്ഥൈര്യം കിട്ടാൻ വേണ്ടി റബ്ബിനോട് തേടണേ. ഫഇന്നഹു അൽആന യുസ്അലു, അദ്ദേഹം ഇപ്പോൾ ചോദിക്കപ്പെടുകയാണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചല്ലോ. അതാ ഏറ്റവും വലിയ മനസ്സിന്റെ ദൃഢത,
നിലനിൽക്കേണ്ട നേരത്ത് ഈമാനുള്ള കക്ഷികൾക്ക് അല്ലാഹു അവിടെയതാ നല്ല ധൈര്യം കൊടുക്കുകയാണ്. അവർക്ക് വലിയ സന്തോഷമാണ്. അല്ലാഹു നമ്മെ എല്ലാം അത്തരക്കാരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ആ ചോദ്യത്തിന് അവർ ഉത്തരം പറയുന്നു. നിന്റെ റബ്ബാരെന്ന ചോദ്യത്തിന് റബ്ബി അല്ലാഹ് വദീനിയൽ ഇസ്ലാം വനബിയ്യി മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ ഓരോ ചോദ്യത്തിനും അവർ കണിശമായ മറുപടി പറയുന്നുണ്ട്. എന്റെ റബ്ബ് അല്ലാഹുവാണ്, എന്റെ മതം, ഞാൻ ജീവിച്ചു പോന്ന മതം ഇസ്ലാമാണ്, എന്റെ നേതാവ്, എന്റെ പ്രവാചകൻ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ. ആ അവസരത്തിൽ പ്രത്യേകം വേറൊരു ചോദ്യമുണ്ട്. അതെന്താണ് ചോദ്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അതാ പ്രവാചകനെ പ്രത്യേകമായി സൂചിപ്പിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. മാ കുൻത തഖൂലു ഫീ ഹാദർ റജുലി മുഹമ്മദ്. ഇതായി കാണുന്ന വ്യക്തിയെ, ഈ വ്യക്തിയെ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ചോദിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, നിനക്ക് എന്തറിയാമെന്ന ചോദ്യത്തിന് അതാ സത്യവിശ്വാസിയാണെങ്കിൽ അയാൾ മറുപടി പറയും, അഷ്ഹദു അന്നഹു അബ്ദുല്ലാഹി വറസൂലുഹു. ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അദ്ദേഹം അല്ലാഹുവിന്റെ അടിമയാണ്, അല്ലാഹുവിന്റെ റസൂലുമാണ് എന്ന് സത്യവിശ്വാസികൾ മറുപടി പറയുന്നു. അങ്ങനെ ഓരോ ചോദ്യത്തിന്റെ നേരത്തും മുഅ്മിനീങ്ങൾ ഇങ്ങനെ അല്ലാഹുവിന്റെ മലായികത്തുകളുടെ ചോദ്യത്തിന് മുമ്പിൽ ഇങ്ങനെ ആശ്വാസപൂർവ്വം മറുപടി പറയും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അങ്ങനെയോ ആ മറുപടി അങ്ങ് കഴിഞ്ഞാൽ, ആ മറുപടി അങ്ങ് മുഅ്മിനിന്റെ മറുപടി അങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ ഫയുനാദീ മുനാദിൻ മിനസ് സമാ. അതാ ഒരു വിളിയാളം കേൾക്കുകയായി, അൻ സദഖ അബ്ദീ, എന്റെ അടിമ സത്യം പറഞ്ഞിരിക്കുന്നു. മുഅ്മിനിന്റെ മറുപടി കേൾക്കുമ്പോ ഖബറിൽ മുഴങ്ങുന്ന ശബ്ദമാണത്. മുഅ്മിനി മറുപടി അങ്ങ് പറയുമ്പോ ഖബറിൽ കേൾക്കപ്പെടുന്ന ശബ്ദം എന്താണ്? അല്ലാഹു അതാ ആ പ്രത്യേകമായ ആ ഒരു കൽപ്പന, അതല്ലെങ്കിൽ സന്തോഷകരമായ ആ വാർത്ത ഖബറിൽ മുഴങ്ങുകയാണ്. എന്താണ് മുഴങ്ങുന്നത്? എന്താ മുഴങ്ങുന്നത്? അൻ സദഖ അബ്ദീ, എന്റെ അടിമ സത്യം പറഞ്ഞിരിക്കുന്നു. കാരണം ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി കിട്ടിയിരിക്കുന്നു. ആ രംഗത്തിന് ശേഷം അതാ അല്ലാഹു അവന്റെ മലക്കുകളോട് പറയുകയാണ്, ഫാഫിരിശൂഹു മിനൽ ജന്നാ വൽബിസൂഹു മിനൽ ജന്നാ വഫ്തഹൂ ലഹു ബാബൻ ഇലൽ ജന്നാ. ഫാഫിരിശൂഹു മിനൽ ജന്നാ, ആ മുഅ്മിനായ മനുഷ്യന് വേണ്ടി സ്വർഗ്ഗത്തിലെ വിരിപ്പുകൾ വിരിച്ചു കൊടുക്കൂ മലക്കുകളെ. വൽബിസൂഹു മിനൽ ജന്നാ, സ്വർഗ്ഗത്തിലെ വസ്ത്രങ്ങൾ അദ്ദേഹത്തിന് ധരിപ്പിക്കൂ. വഫ്തഹൂ ലഹു ബാബൻ ഇലൽ ജന്നാ, ഖബറിൽ നിന്ന് സ്വർഗ്ഗത്തിലേക്ക് ഒരു വാതിൽ തുറന്നു വെക്കൂ.